നമസ്കാരം. ഇന്ന് മീനഭരണിയാണ്. ഭഗവതി കാവുകളിലും ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ വളരെ വിശേഷമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ക്ഷേത്രങ്ങളിലൊക്കെ പോകാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. കാരണം ഭഗവതി അത്രയും ശക്തി സ്വരൂപിണിയായിട്ട് ഇരിക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കാനായിട്ട്, ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തരാനായിട്ട്, സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം നൽകാനായിട്ട്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ക്ഷേത്രത്തിലെ ദർശനം നടത്താനായിട്ടൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്ന് കൊടുങ്ങല്ലൂർ ഭരണിയും കൂടിയാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ വളരെ വിശേഷമാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഒരു കഥ പറയാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വളരെ പഴക്കം ചെന്ന കഥയൊന്നുമല്ല, ഇതൊരു നടന്ന സംഭവം കൂടിയാണ്. ഒരു ദിവസം ഇതുപോലെ ഭരണിയൊക്കെ കഴിഞ്ഞിട്ട് ക്ഷേത്ര നട അടച്ചു. അപ്പോൾ നട അടച്ചു കഴിഞ്ഞാലേ 7 ദിവസം നട അടച്ചിടുമല്ലോ. അപ്പോൾ നട മുറിച്ച് കടക്കരുതെന്നാണ് പറയുക. അങ്ങനെ കടക്കാനായിട്ട് പാടില്ല. അത് എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഈ ഭരണി കഴിഞ്ഞ സമയത്ത് കൊടുങ്ങല്ലൂർ തമ്പുരാന് നട മുറിച്ച് കടക്കേണ്ടതായിട്ട് വന്നു. അതായത് യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. യുദ്ധത്തിന് പോകുകയാണ്, ശത്രു സൈന്യം അപ്പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പോയാൽ മാത്രമേ അവിടേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ, യുദ്ധം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ. അപ്പം എല്ലാവർക്കും ഈ പടയാളികൾ സൈനികരൊക്കെ ആയിട്ടാണല്ലോ പോകുന്നത്. അപ്പം എല്ലാവർക്കും പേടിയായി. എന്തെന്ന് വെച്ചാൽ ദേവി കോപിച്ചു കഴിഞ്ഞാൽ വസൂരി പിടിപെടും, മരണം സംഭവിക്കുന്നൊക്കെയാണ് പണ്ടുള്ള ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അതിലെ പോകാനായിട്ട് എല്ലാവർക്കും പേടിയായത്. അങ്ങനെ പുറകിലോട്ട് നിൽക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, ആരും പേടിക്കണ്ട, നിങ്ങൾക്ക് ഒരാപത്തും വരാതെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൂടെ ക്ഷണിച്ചു. അപ്പോൾ പിന്നെ രാജകൽപ്പനയല്ലേ, ഈ തമ്പുരാൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് പോകാതിരിക്കാനും സാധിക്കില്ല. പോകുന്ന സമയത്ത് തമ്പുരാൻ ഭഗവതിയുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. മറ്റാരും അത് കേട്ടില്ല. കാര്യം ഇപ്രകാരമായിരുന്നു. അതായത് യുദ്ധത്തിൽ വിജയിച്ചിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ചെമ്പട്ടുടുപ്പിച്ചോളാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാവരും കൂടെ യുദ്ധത്തിന് പോയി. യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് അതിൽ വിജയിച്ചിട്ട് തിരിച്ചു വരികയാണ് ചെയ്ത്. അപ്പോഴും ആർക്കും അറിയില്ലായിരുന്നു കേട്ടോ. തമ്പുരാൻ പറഞ്ഞത് എന്തായിരുന്നു, ചെമ്പ് കൊണ്ട്, അതായത് പണ്ട് ആ ക്ഷേത്രം ഓല മെഞ്ഞതൊക്കെ ആയിരുന്നു, അതൊക്കെ മാറ്റി പൊളിച്ച് മാറ്റിയിട്ട് ചെമ്പു തകിടുകൾ അടിച്ചിട്ട് ഭഗവതിനെ സുരക്ഷിതയാക്കി മാറ്റി. അത് ആ വാക്ക് പാലിച്ചു. ഭഗവതിയും എന്താ ചെയ്തേ, എല്ലാവരെയും സുരക്ഷിതരാക്കിയിട്ട് തിരികെ കൊണ്ടുവരില്ലേ ചെയ്തത്, യുദ്ധത്തിൽ വിജയിപ്പിച്ചിട്ട്. അപ്പോൾ അതാണ് പറയണത്, എന്തൊരു ആഗ്രഹം നമ്മൾ ഭഗവതിയുടെ അടുത്ത് പറയുകയാണെങ്കിലും അതെല്ലാം സാധിപ്പിച്ചു തരും. അത്രയും ശക്തി സ്വരൂപിണിയാണ് കൊടുങ്ങല്ലൂരമ്മ എന്ന് പറയും. എല്ലാ ഭഗവതിമാരും ഒന്ന് തന്നെയാണ്. എല്ലാവരുടെ അടുത്തും നമ്മൾ മനസ്സുരുകി വിളിച്ചാൽ വിളിപ്പുറത്താണെന്നാണ് പറയുക. അപ്പോൾ എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ.